ഹായ് അസ്സലാമു അലൈക്കും. ഇന്നിപ്പല്ലേ കാണിക്കുന്നത് ഒരു ഹെൽത്തി റെസിപ്പി ആട്ടോ. ഒത്തിരി ഫൈബറും പ്രോട്ടീനും നല്ല ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾക്ക് ഫാറ്റൊക്കെ കൂടിയിട്ട് ഈ ഫാറ്റി ലിവറും അതുപോലെ തന്നെ ഷുഗറിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല, അത് അച്ചേ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത ഗ്ലാസിൻ്റെ അളവിൽ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഗ്ലാസ് നിറയെ ഞാൻ റാഗി മുത്താറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ ചെറുപയറും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു അര ഗ്ലാസ് ഞാൻ നമ്മുടെ സോയാബീനും പിന്നെ ഒരു 10-15 ആൽമണ്ടും അതുപോലെ തന്നെ ഒരു 10 വാൽനട്ടൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ഉഴുന്ന്, ഗ്രീൻ പീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇത് ഞാൻ ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അല്പം വെള്ളം ചേർത്ത് കണ്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മുടെ പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും ഫൈബറും പ്രോട്ടീനും അതുപോലെ തന്നെ നല്ല ഫാറ്റ് ഇങ്ങനെയൊക്കെ ഇതിൽ കൂടുതലുള്ളത് കാരണം അതിനെ ഓവർകം ചെയ്തോളും. ഇപ്പം ഞാനിത് അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി അതും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിയതും കുറച്ച് ചേർക്കാം. തേങ്ങ ചിരകിയതൊക്കെ ചേർക്കുമ്പം അങ്ങനെ തിന്നുന്ന സമയത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് മാവ് പാകാക്കി എടുത്തിട്ട് ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായ ദോശ കേട്ടോ. ഞാൻ ഒലീവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമില്ല, അച്ചേ തന്നെ കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കും. നല്ല ഹെൽത്തി ദോശയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.